ഇന്ന് നമ്മളുള്ളത് പെരിന്തൽമണ്ണ ജൂബിലി റോട്ടിലുള്ള PSN ഹൈടെക് നഴ്സറിയിലാണ്. എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റുകളുടെ വൺ കളക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്ലാന്റുകൾ മാത്രമല്ല, ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു നഴ്സറിയിൽ വന്നാൽ കിട്ടും. നമസ്കാരം, എൻ്റെ പേര് ഉസ്മാൻ മുല്ലപ്പള്ളി. പെരിന്തൽമണ്ണ ജൂബിലി റോട്ടിലുള്ള PSN ഹൈടെക് നഴ്സറി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാനിവിടുത്തെ ഒരു ജോലിക്കാരനാണ്. നമ്മളടുത്ത് കുറേ അധികം പ്ലാവിൻ്റെ തൈകളുണ്ട്. അതായത് പ്ലാവിൻ്റെ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ എല്ലാ തരം തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അത് എത്ര രൂപ മുതലുണ്ട്? 150 മുതൽ 1100 വരെയുള്ള ചക്കയുള്ള പ്ലാവുകൾ. അതായത് 150ലും ചെറിയ ചക്ക ഉണ്ട്. അതെ, നമ്മൾ നിർത്തി പോരണം. അതായത് ആ ചക്ക കഴിയുമ്പോൾ നിർത്തണം എന്നല്ല പറയുന്നത്. സത്യം പറഞ്ഞാൽ 150 മുതലുള്ള ചക്ക കായ്ക്കുന്നു. അത്രയും ഷുഗർ നൽകാവുന്ന തൈകൾ മുതൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതും പല വെറൈറ്റികളായിട്ടുള്ള തൈകളാണുള്ളത്. ഓരോ വെറൈറ്റിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമുക്ക് കൊറിയർ സൗകര്യം എങ്ങനെയൊക്കെ? അത് നമ്മൾ ഇവിടുന്ന് പിന്നെ പാർസൽ വണ്ടിക്ക് ഹൈവേ റോട്ടിൽ വിട്ടുകൊടുക്കും. NH ഡെലിവറി ഉണ്ട്. NH ഡെലിവറി ഉണ്ട്. ഓക്കെ, ഇക്ക നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പെരിന്തൽമണ്ണ ജൂബിലി റോഡ്. പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടില്ല, അത്രേ ഉള്ളൂ. ജൂബിലി റോഡ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത്. ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുകയാണെന്നുവെച്ചെങ്കിൽ കുറേ ഐറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അത് തിരഞ്ഞെടുക്കാം. വളരെ സൗകര്യമായിരിക്കും. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വന്ന് കണ്ടെടുക്കാനുള്ള സൗകര്യം കൂടി ഇവർ ഒരുക്കുന്നുണ്ട്. ഇനി അതല്ല, ഇവിടെ എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് NH ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ നമ്മൾ കണ്ടു. എന്നാ പ്ലാവ് മാത്രമല്ല കേട്ടോ, മാവിലേക്ക് വരുമ്പോ 63 ഐറ്റംസ് മാവുകളുണ്ട്. 63 ഐറ്റം, അതിൽ കൂടുതലേ ഉള്ളൂ. അത് ഇതേപോലെ പൂവോട് കൂടിയിട്ട് നിൽക്കുന്നതും മാങ്ങയോട് കൂടി നിൽക്കുന്നത് മാങ്ങന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ചെറിയ റേറ്റ് കൊടുക്കല്ലേ? ഇതൊക്കെ ആകെ 200 രൂപ മുതലാണ് നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ്. അത്ര വരുള്ളൂ. 200 രൂപ മുതൽ മാങ്ങ ഉള്ളത്. മാങ്ങ ഉള്ളത് ഇത് നല്ല പൂവുള്ളത്. മാങ്ങ ഉള്ളതുണ്ട്. 200 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മാവിൻ തൈകൾ, അത് മാങ്ങയോട് കൂടി നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. അത് 63 ഐറ്റംസുകൾ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആണെങ്കിലും നിങ്ങളെ കണ്ണിനനുസരിച്ചുള്ളത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ നഴ്സറിയിൽ വന്നിട്ട് ഇല്ല, നിങ്ങൾക്ക് ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പോകേണ്ടി വരില്ല. ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കേട്ടോ, ഈ ഒരു വലിയ ഐറ്റം ആണെങ്കിൽ ചിലർക്ക് വലിയത് വേണ്ടി വരും. അപ്പോൾ വലിയതാണ് വെച്ചാൽ അതും നമ്മളെടുത്തുണ്ട്. ഇനി നമ്മളെടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അവർ സ്പോട്ടിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. കുറച്ചൊരു ടൈം തന്നാൽ മതി. അതെ, ഒരാഴ്ചത്തെ ടൈം തന്നാൽ മതി. നമ്മൾ അവർക്ക് ഏറ്റവും വലിയ തൈയാണ് വേണമെങ്കിൽ അത് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇത് നമ്മളെ തിപ്പല്ലിയിൽ ചെയ്ത കുരുമുളകാണ്. അതായത് നമ്മളെ വെള്ളക്കെട്ടുള്ള സ്ഥലത്തിൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്. അതെ, തിപ്പല്ലിയിൽ നമ്മൾ ചെയ്ത് വളരെ ഈസി ആയിട്ട് എവിടെയായാലും വെള്ളക്കെട്ടിൽ വരെ പിടിക്കേണ്ട സാധനമാണ് കുരുമുളക്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ നമുക്കിപ്പോ കൊറിയർ വഴി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒക്കെ ഹൈവേയിൽ കൊടുക്കാം. ബറാബന്റെ വലിയ പ്ലാന്റ് അല്ലേ? അതെ, കായ്കളൊക്കെ ഉണ്ട്, നിറയെ കായ്കളുണ്ട്. എല്ലായിടത്തോടെ ഒരു പുളിമധുരമുള്ള ഫ്രൂട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ പുളിമധുരമുള്ള ഫ്രൂട്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ. മിൽക്കി ഫ്രൂട്ട്. ഇത് നമ്മളെ ഹോം ഗ്രൗണ്ട് മിൽക്കി ഫ്രൂട്ട് അല്ലേ? അതെ അതെ അതെ. അത് നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ്, ടേസ്റ്റിയാണ്. വലിയ മരമായിട്ട് പോകുന്നത് അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ. ഇത് കറാമ്പട്ടന്റെ അല്ലേ? കറാമ്പട്ട ഇതുണ്ട്. ഓ, കായോട് കൂടിയത്. അതെ, കറാമ്പട്ട കായോട് കൂടിയത്. അത് നമ്മുടെ നഴ്സറിയിൽ ഒരുപാട് എക്സോട്ടിക്കും അതേപോലെ തന്നെ നാടൻ വെറൈറ്റികൾ, നമ്മളെ മണ്ണിൽ നിന്ന് തലമുറകൾ പഴയ കാലത്തുള്ള സാധനങ്ങൾ. കഞ്ഞിക്കൂർക്കലാട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ അത്യാവശ്യമായി വേണ്ട ഒരു സാധനമാണ്. കഞ്ഞിക്കൂർക്കല പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ പനി ജലദോഷത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഇത് റെഡ് ലേഡി പപ്പായ നല്ല കായ ഉണ്ടാവും, നല്ല റിസൾട്ട് ഉള്ളതാണ് അല്ലേ? അപ്പൊ ഇതിന്റെ തൈകൾ നമുക്ക് അത്യാവശ്യം കൊടുക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ കൊറിയർ അയക്കുമ്പോൾ വല്ല പൊട്ടിപ്പോവുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? ഇല്ല, അതൊക്കെ സേഫ്റ്റി ആയിട്ടുള്ള അങ്ങനത്തെ പാർസൽ വണ്ടിയിൽ നമ്മൾ വിട്ടുകൊടുക്കും. നമ്മളെ മുന്തിരി തൈ അല്ലേ? മുന്തിരി തൈ. ഇത് പിന്നെ ഗ്രീനാണ് കേട്ടോ. ഗ്രീനാണ് വരുന്നല്ലേ? അതെ, ഗ്രീൻ മുന്തിരി തൈകൾ ഇന്നലെ വന്നാണല്ലോ സ്റ്റോക്ക്? ഇന്നലെ സ്റ്റോക്ക് വന്നതാണ്. പിന്നെ അതേമാതിരി എല്ലാ തുളസികളും ഉണ്ട്. മധുര തുളസി, വിക്സ് തുളസി, എല്ലാ തുളസികളും. പുതിന,
മൾബറി, അങ്ങനെ ഒരുവിധം ഒട്ടുമിക്ക എല്ലാ തരം പ്ലാന്റുകളും നമ്മളിവിടെ ഉണ്ട്. കുരുമുളക് തന്നെ 2 വെറൈറ്റി. ഇത് നാടനാണോ? കുരുമുളകിൽ 3-4 വെറൈറ്റികളുണ്ട്. 3-4 വെറൈറ്റീസ് ഉണ്ട്. കുരുമുളകിൽ 3-4 വെറൈറ്റി ഉണ്ട്. കരിമുണ്ടുണ്ട്, പന്നിയൂരുണ്ട്, ബുഷ് പെപ്പർ ആയിട്ടുള്ള വേറുണ്ട്. അങ്ങനെ പലതുണ്ട്. നാടനും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. നമ്മളൊരു വീട് പണി കഴിഞ്ഞാൽ നമ്മൾ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളെ കലാത്തിയ ലൂട്ടിയ. കലാത്തിയ ലൂട്ടിയന്റെ പുതിയ വെറൈറ്റികളാണ് ഇപ്പൊ ഈ കാണേണ്ടതൊക്കെ. ഇത് ലൂത്തിയന്റെ പല ഐറ്റംസ് ഉണ്ട്. അതായത് വെരിഗേറ്റഡ് ഉണ്ട്, അതായത് തീരെ പൊങ്ങാത്തത്. ഇതെല്ലാം പൊങ്ങുണ്ടതാ. ഇത് വെയിലും തട്ടിയ നല്ല ഒരു ചാര കളർ ഇങ്ങനെ കാണാണ്ടില്ലേ, ചാര കളർ. ഇതാണ് ഇങ്ങനെ നിൽക്കുക ഇതിൻ്റെ ഇല. അപ്പോൾ അതാണ് ഏറ്റവും വെറൈറ്റി ആയിട്ട് എല്ലാ വീടുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും പിന്നെ ചായ കഫേൻ്റെ മുന്നിലൊക്കെ ഏറ്റവും കൂടുതൽ വെക്കേണ്ട സാധനമാണ്. അതിലാണ് കൂടുതൽ പൊങ്ങാത്ത ഐറ്റംസ് ആണിത്. ഈ കാണുന്നത് ഷോർട്ടായിട്ട് നിൽക്കല്ലേ? അതെ, ഇത് ഷോർട്ടായിട്ട് നിൽക്കേണ്ടതാണ്. ഇതിന്റെ ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നമ്മളെ കയ്യിലുണ്ട്. ഏത് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും. ഉപ്പിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന അടിപൊളി നെല്ലിക്കാണ് നമ്മൾ അരിനെല്ലി. അരിനെല്ലിന്റെ പ്ലാന്റുകൾ ഇവിടെ ഉണ്ടല്ലേ? ഇഷ്ടമാരുണ്ട് അരിനെല്ലി. ഉണ്ടല്ലേ? പല ഇത് നല്ല ഹെൽത്തി തൈകളാണ് ഒക്കെ ഉള്ളത്. അരിനെല്ലിന്റെ അടിപൊളി പ്ലാന്റുകൾ ഉണ്ട്. നമ്മൾ ലൊക്കേഷൻ നിൽക്കാൻ പറഞ്ഞു കൊടുത്താൽ പെരിന്തൽമണ്ണ ജൂബിലി റോഡ് PSN ഹൈടെക് നേഴ്സറി. അരിനെല്ലി മാത്രമല്ല, നമ്മളൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം എക്സോട്ടിക് പ്ലാന്റുകളും അതേപോലെ ഔഷധ സസ്യങ്ങളും നമ്മുടെ ഈ ഒരു PSN ഹൈടെക് നേഴ്സറിയിൽ ഉണ്ട് കേട്ടോ. ലക്ഷ്മി തരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത്. അതെ, അത് നമ്മളെ പിന്നെ ഇതിനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു മെഡിസിനാണ്. അത് സംഭവത്തിൽ മെഡിസിനാണ്. ഇതൊരു മെഡിസിനാണ്. ഉണ്ടല്ലേ? ഇതൊരു മെഡിസിനാണ്. ആയുർവേദ പ്രൊഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എല്ലാ വീടിന്റെ ഉമ്മരത്താണ് ഇത് വെക്കാറ്. ലക്ഷ്മി തരും പറഞ്ഞിട്ട് ഒരു മെഡിസിനാണ്. ഏതാണ്? വൈറ്റ് ആണോ? ഏതോ വരുന്നത് വെറൈറ്റി? എല്ലാം ഉണ്ട്. ഞാവലിന്റെ വൈറ്റ് ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം നമുക്ക് ഏതാണ്ട് ഒരു 200 സ്റ്റാർട്ടിംഗ് ഉള്ള പ്ലാന്റുകൾ ഉണ്ട്. അത് നല്ല വലിയ പ്ലാന്റുകൾ തന്നെ നമുക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് അബിയുന്റെ വലിയ പ്ലാന്റുകളാണ് കാണാൻ സാധിക്കുന്നത്. അബിയു കാഴ്ച തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ കാഴ്ചതുണ്ടല്ലേ? മുകളിലുണ്ട്. അബിയൊക്കെ നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്? 700 രൂപ മുതലുണ്ട്. 200 രൂപ മുതൽ അങ്ങനെ 700-4000 രൂപ വരെ ഉണ്ട്. കാഴ്ചത് വേണമെങ്കിൽ പഴത്തോട് കൂടിയത് വേണമെങ്കിൽ ഇപ്പൊ വാങ്ങാനുള്ള അവസരം ഉണ്ട്. സമയത്ത് തരംഗമായിക്കൊണ്ടിരുന്ന മിറാക്കിൾ ഫ്രൂട്ട് ആണ് കേട്ടത്. ഇത് കഴിച്ചതിന് ശേഷം വേറെ എന്ത് പുളിയുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് മധുരമായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഈ ഒരു ഫ്രൂട്ടിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഇന്ന് സുപരിതമായിട്ട് എല്ലാ നഴ്സറിയിലും കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് ഇവിടെ എത്ര രൂപ മുതലുള്ള? 250 മുതലുണ്ട്. 250 രൂപ മുതലുണ്ട്. അത് ഫ്രൂട്ടോട് കൂടെ വേണമെങ്കിൽ അങ്ങനത്തെ തൈകളും ഏറ്റവും ചെറിയ തൈയാണ് 150 നമുക്ക് കൊടുക്കല്ലേ. ഇത് നമ്മളെ സപ്പോർട്ടാണ്. സപ്പോർട്ട വെച്ചാൽ ഹോം ഗ്രൗണ്ടിന്റെ നല്ല വെറൈറ്റി കണ്ടല്ലേ, നിറയെ കായ്കളുള്ള സപ്പോർട്ടാണ്. ഇത് കുറഞ്ഞ റേറ്റ് അതിനൊക്കെ നമ്മൾ വാങ്ങണുള്ളൂ ഇവിടുന്ന്. അങ്ങനെ ഈ ഫ്രൂട്ടോട് കൂടെയുള്ള തൈകളൊക്കെ നമ്മൾ എത്രയ്ക്ക് കൊടുക്കാം? ഒരു 350 റുപ്യക്ക് കൊടുക്കാം നമുക്ക്. ആ റേഞ്ചിൽ കൊടുക്കാം. അപ്പൊ എല്ലാത്തിനും ഫ്രൂട്ട് ഉണ്ട് എന്നല്ല കേട്ടോ. ഇതേ സൈസിലുള്ള തൈകള് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ 350 ഫ്രൂട്ടോട് കൂടെ 2-3 തൈകളുള്ളൂ. ആദ്യം വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ലഭിക്കും. തൊട്ട് ചെറിയ സപ്പോർട്ട് വേണ്ട, ഇനി കുറച്ചും കൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വലിയ സപ്പോർട്ടുകളൊക്കെ ഏത് റേഞ്ച് വരെ ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്? അത് 800 രൂപ മുതലുള്ള നമ്മുടെ കയ്യിലുണ്ടല്ലേ? അതെ ഒക്കെ കായ ഉള്ളതാണ്. കായോട് കൂടിയതുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടോ ഫ്രൂട്ടോട് കൂടെ നിൽക്കണം. ഇതൊക്കെ നമുക്ക് 800 കൊടുക്കാൻ പറ്റും. 800 കൊടുക്കല്ലേ? എത്ര വലുതൊക്കെ? അതെ. ചാമ്പയില് നമ്മുടെ അടുത്ത് പല വെറൈറ്റികളുണ്ട്. ഇത് ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞാല് വലിയ ചാമ്പയിക്കാരൻ, നല്ല ആപ്പിളുമായിട്ടുള്ള കളറേക്കാരൻ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. സീഡ്ലെസ്സും കൂടിയല്ലേ? അതെ. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഭിമാനം കൂടിയാണ് മലപ്പുറക്കാരെ അപേക്ഷിച്ച്. കാരണം മലപ്പുറം വളാഞ്ചേരി ഉമ്മർഖാന്റെ പേരിലാണ് ഈ ഒരു ചാമ്പ അറിയപ്പെടുന്നത്. അപ്പം ഉമ്മർഖാന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചാമ്പ കൂടിയാണിത്. അപ്പൊ ഇതിന്റെ തൈകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ? ഇതിന്റെ തൈകളും ഉണ്ട്, വലിയ കാഴ്ച തൈകളും ഉണ്ട് നമ്മുടെ അടുത്ത്. കാഴ്ച തൈകൾ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. നമ്മൾ തന്നെ കഴിച്ചതാണ്, നമുക്ക് അതിന്റെ അനുഭവം ഉള്ളതാണ്. ഓക്കെ, അത്ര റിസൾട്ട് ഷുവറാണ്? അതെ, ഷുവറായിട്ട് അതിന് ഗ്യാരണ്ടിയോട് കൂടെ കൊടുക്കാൻ. ഗ്യാരണ്ടിയോട് കൊടുക്കാം. എത്ര രൂപ മുതലുണ്ട് ഈ ഉമ്മർ ചാമ്പ നമ്മുടെ കയ്യില്? നമ്മുടെ അടുത്ത് ഇവിടെ 350-400 രൂപ മുതൽ. പിന്നെ എങ്ങനെയാണ്ട് സൈസിനും ക്വാളിറ്റിക്കും അനുസരിച്ച് ഡിഫറെന്റ് ചെയ്ത് പോകും. ചാമ്പകൾ നമുക്ക് ടോട്ടൽ എത്ര ചെയ്യുന്നുണ്ട്? 4 വെറൈറ്റീസ് ചാമ്പകൾ നമ്മുടെ കയ്യിലുണ്ടല്ലേ? ഭാഗത്തൊക്കെ നോക്കുമ്പോ നമ്മളെ ദൽഹരി ചാമ്പ അടിപൊളിയായിട്ട് ചാമ്പയോട് കൂടിയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതിനൊരു 550 നമുക്ക് ഒരു 10% 550 കൊടുക്കാം. അല്ല, 500 കൊടുക്കാം. 500 കൊടുക്കാം. അതെ, 500 550 നമുക്ക് 500 കൊടുക്കാം. 500 കൊടുക്കാം. ഇപ്പൊ ഈ ഒരു കായുള്ളത് അധികമൊന്നും ഇല്ല. ആദ്യം വന്നവർക്ക് കിട്ടും. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ എന്തായാലും വെക്കേണ്ട ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മളെ ഈ സീറ്റമ്പാഴം എന്ന് പറഞ്ഞാൽ. അച്ചാറിടാനും വെറുതെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പഴയ അമ്പാഴം പോലെ അല്ല അത്.
സീറ്റ് അമ്പഴം വന്നപ്പോ മധുരമാണ്, വെറുതെ കഴിക്കാൻ കഴിയും, വെറുതെ കഴിക്കാം. അതായത് കണ്ണിമാങ്ങ കഴിക്കണ പോലെ നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റി കൂടെ കായുള്ളതാണ് കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊരു 600 രൂപക്കൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. 600 രൂപയ്ക്ക് കൊടുക്കല്ലേ? അതെ അതെ, കായുള്ളത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഓറഞ്ച് റിസൾട്ട് 100% ഷുഗർ അല്ലാന്ന്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഓറഞ്ചാണ് നമ്മളെ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത്. നമ്മളെ ബുഷ് ഓറഞ്ചിന്റെ തൈകൾ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? അത് 100 രൂപ മുതലേ നമുക്ക് കൊടുക്കാൻ കഴിയും അവർക്കൊക്കെ. 100 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബുഷ് ഓറഞ്ചിന്റെ തൈകളല്ലേ? അതെ, ഇത് നമ്മളെ കശുമാവാണ് കേട്ടോ, പൂത്ത് നിൽക്കേണ്ട കശുമാവ്. ബെഡും കൂടിയാണ്. ബെഡാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് വലിയ റേറ്റ് ഒന്നുമില്ല, കുറഞ്ഞ റേറ്റ് നമുക്ക് കൊടുക്കാം. ഒരു 190 രൂപക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് കൊടുക്കാം, വലിയ തൈകൾ. ഇതിപ്പോ നമുക്ക് തോട്ടം സെറ്റ് ചെയ്യാൻ ഹോൾസെയിൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കാണ്ടാവും? 150 അപ്പം നമുക്ക് കൊടുക്കാം, ഹോൾസെയിൽ ആയിട്ടും കൊടുക്കാനായിട്ടുണ്ടല്ലേ. നമ്മളെ പഴയകാല വീടുകളിൽ അധികം കണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ് നമ്മളെ പുളി എന്ന് പറയുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അധികം ഒരു വെക്കാത്തൊരു വെറൈറ്റി കൂടി. നമ്മള് സ്കൂൾക്ക് പോകുമ്പോഴൊക്കെ എവിടെയെങ്കിലും കണ്ടാല് പറിച്ച് തിന്നീന്റെ ഒരു സാധനമാണ്, സുലഭമായി കണ്ടിരുന്നു. അതെ അതെ. ഇപ്പൊ നമ്മളെ അടുത്ത് 2 വെറൈറ്റികൾ ഉണ്ട്. അതായത് സാധാ നമ്മളെ കറിയിൽ ഉപയോഗിക്കേണ്ട പുളിയുണ്ട്, മധുരപ്പുളിയുണ്ട്. മധുരപ്പുളി രണ്ടും രണ്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ആയുസ്സും കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണൂലേ, റോഡ് സൈഡിൽ കംപ്ലീറ്റ് അതേമാതിരി ഇതിന് കാലതാമസമല്ല, അത്രയും വർഷങ്ങളായിട്ടുണ്ടാവും, നിൽക്കും. വർഷത്തിൽ ഒരു പ്രാവശ്യം നല്ല സൂപ്പറായിട്ട് കായ്ക്കും ചെയ്യും. നമ്മളിപ്പോ ഈ വാങ്ങണ തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുക? കായുള്ളതുണ്ടായിരുന്നു, കായുള്ളതൊക്കെ പിന്നെ പെട്ടെന്ന് ആൾക്കാർ വന്ന് അപ്പൊ ആദ്യത്തെ എടുത്തു പോവല്ലേ. അപ്പൊ പുളിന്റെ 2 വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പേരകളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് നമ്മളെ മാർക്കറ്റിലുണ്ട്. എന്നാൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരുപാട് പേരകളിൽ നിന്ന് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള പേരകൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ്? VNR പേര, KG പേര, പിന്നെ അങ്ങനെ ഒരു എത്ര പറയാമെന്നില്ല, അത്രത്തോളം പേരകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല വെറൈറ്റീസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതില് VNR പേരുണ്ട്. അതൊക്കെ VNR ഒക്കെ സത്യം പറയേണ്ടത് പൂവോട് കൂടെ ഉള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൂവും കായൊക്കെ ഉള്ളത് ഈ ഭാഗത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പേരത്തൈകൾ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്? 100 രൂപ മുതലുണ്ട്. 100 രൂപ മുതൽ പേരത്തൈകളുണ്ട്. 100 രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടബോധം തോന്നാത്ത ഒരു ഫ്രൂട്ടാണ് നമ്മളെ റംബൂട്ടാൻ എന്ന് പറയുന്നത്. കാരണം വലിയ മരമായിട്ട് പോകും, എന്നാൽ വേണമെങ്കിൽ വെട്ടി ഒതുക്കി നമുക്ക് നിർത്താനും പറ്റും ചെയ്യും. മഞ്ഞയും റെഡുമായിട്ട് ഒരുപാട് വെറൈറ്റീസ് നമ്മളെ റംബൂട്ടാനിലും ഇന്ന് മാർക്കറ്റിലുണ്ട്. തോലും ഒട്ടിപ്പിടിക്കാത്തത്, കുരുവും ഒട്ടിപ്പിടിക്കാത്തത്, ഗോൾഡൻ കളർ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇക്ക നമ്മളിവിടെ ഏതൊക്കെയുള്ളത്? നമ്മളിവിടെ പറഞ്ഞാൽ 5-6 വെറൈറ്റികളുണ്ട്. 5-6 വെറൈറ്റികളുണ്ട്. അതിപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ അതേമാതിരി തന്നെ തോൽമ ഒട്ടിപ്പിടിക്കാത്തത്, കുരുവും ഒട്ടിപ്പിടിക്കാത്തത്, പിന്നെ എല്ലാം ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റികളായിട്ടുള്ള 200 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെടുത്തുണ്ട്. അത് ഒരു സമയത്ത് നമ്മളെ കയ്യിൽ ഫ്രൂട്ടോട് കൂടെ ഉണ്ട്. ഇപ്പൊ സീസൺ അല്ല, അതുകൊണ്ട് ഫ്രൂട്ട് ഉള്ളതല്ല. എന്നാൽ വലിയ മരങ്ങൾ നമ്മളെ വലിയ മരങ്ങളുണ്ട്, പൂവുള്ള ഉണ്ടല്ലേ. ഓക്കെ, ഇതൊക്കെ എങ്ങനെ നമുക്ക് വലിയ മരങ്ങളാകുമ്പോ എത്ര റേറ്റ് വരുന്നത്? നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, 200 രൂപ മുതൽ 6000 രൂപ വരെയുള്ളത്. അത് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് വന്ന് വാങ്ങാം. നമ്മൾ നേരത്തെ പുളി പറഞ്ഞതുപോലെ തന്നെ നമ്മളെ പഴയകാല ഒരു നൊസ്റ്റാൾജിയാണ് ഈ കടച്ചക്ക എന്ന് പറഞ്ഞത്. ഇത് ബെഡ് ഒന്നല്ലല്ലോ, ബെഡാണല്ലേ. അപ്പൊ പെട്ടെന്ന് കായ്ക്കും ചെയ്യും അല്ലേ. അപ്പൊ കടച്ചക്കൊക്കെ നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കേ, ഒരു 10% ഡിസ്കൗണ്ട് ഇതിലും കൊടുക്കാം. ഇക്ക നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്? പെരിന്തൽമണ്ണ ജൂബിലി റോഡ്, PSN ഹൈടെക് നഴ്സറി.